First, health and safety information. One fire exit door is there, and another fire exit door is there. And in case of any fire incident, please keep calm and try to exit the hall in a orderly manner. And in case of any fire incident, Syriac, Sandra, Prince, Elisa, Sabine, Sabu, and myself would be acting as a fire warden. And the assembly points are just over there in the car park. Okay, health and safety information കഴിഞ്ഞു. ഇനി നമ്മുടെ അലംനി നമ്മളൊക്കെ യു കെയിലെത്തിയിട്ട് പല അസോസിയേഷനുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പം മലയാളി അസോസിയേഷന്, റിലീജിയസ് ആയിട്ടുള്ള അസോസിയേഷന്, പിന്നെ അതേപോലെ സ്പോർട്സ് പല രീതിയിലുള്ള ഓർഗനൈസേഷൻ അസോസിയേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ മെയ്സ് അലമിനി ഇതൊക്കെയായിട്ട് കമ്പയർ ചെയ്താൽ ചില ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ചില പ്രത്യേകതകൾ. ഒന്ന്, നമ്മുടെ അലമിനിയിലുള്ള എല്ലാവരും പൊതുവെ അല്ല, എല്ലാവരും എൻജിനീയറിങ് കോഴ്സ് കഴിഞ്ഞവരാണ്. പിന്നെ നമ്മുടെ അലമിനിയിലുള്ള ആൾക്കാർ യു കെയിൽ മൊത്തം സ്കാറ്റേഡാണ്. അത് ഒരു സത്യത്തിലൊരു അഡ്വാൻറ്റേജുമാണ് ഡിസഡ്വാൻറ്റേജുമാണ്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് യു കെയിൽ മൊത്തം ഒരു പ്രസൻസ് ഉണ്ട്. യു കെയിൽ എവിടെയുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും, നമുക്ക് ആൾക്കാരെ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തന്നെ ഒരു പ്രോഗ്രാം വെച്ചു, നമുക്ക് ആൾക്കാർക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ട്രാവലിംഗ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷേ നമുക്കങ്ങനെ അഡ്വാൻറ്റേജും ഉണ്ട്. പിന്നെ നമ്മുടെ അലംനിയിലുള്ള ആൾക്കാരുടെ ഏജ് ഡിഫറൻസ്, അത് സാധാരണ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ സാധാരണ ഒരു ക്ലബിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ വേരിയഡാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ അലംനി അസോസിയേഷനിലുള്ളവരുടെ പ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 25 വയസ്സ് തൊട്ട് ഒരു 55 വയസ്സ് വരെയുണ്ട്. അത്രയും വേരിയഡ് ആയിട്ടുള്ള ഏജ് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ അത് എൻ്റെ അഭിപ്രായത്തിൽ അതൊരു നല്ല കാര്യമാണ്. കാരണം ഇത്രയും ഏജ് ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ആൾക്കാർ അവരുടേതായ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ എബിലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ ടാലൻറ്റ്, അവരുടെ ടൈം, അവരുടെ എനർജി ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ആക്ച്വലി ഒരു ഡൈവേഴ്സിറ്റിയെ നമുക്ക് പോസിറ്റീവ് ആക്കി മാറ്റാം. അപ്പോൾ സമയമില്ലെങ്കിൽ പെട്ടെന്നൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ ഒരു ബോക്സ് നമ്മൾ അസ്യൂം ചെയ്യാന്ന് വെച്ചു. ആ ബോക്സിൽ നമ്മളിപ്പോൾ സെയിം സൈസുള്ള കുറേ ബോൾ ഇട്ടു. അതേ കണക്ക് വേറൊരു ബോക്സിൽ നമ്മൾ വേരിയിങ് സൈസുള്ള ബോൾസ് ഇട്ടു. എന്നിട്ട് നമ്മൾ ഈ രണ്ട് ബോക്സും ഷെയ്ക്ക് ചെയ്യാം. ഷെയ്ക്ക് ചെയ്താൽ ഏത് ബോക്സിലുള്ള ബോളായിരിക്കും ഏറ്റവും കൂടുതൽ ഷെയ്ക്കാവുന്നത്? ഈ സെയിം സൈസുള്ള ബോൾസ് ഇട്ടായിരിക്കും. വേരിയഡ് സൈസുള്ളതാണ്, അതവിടെ ക്ലോസ്ലി ഫിറ്റ് ആയിരിക്കും. അതൊരു നല്ലൊരു സ്ട്രക്ചർ ഫോം ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്ര നല്ല ഓർമ്മയാണെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞങ്ങൾക്ക് പറയാറ്. അങ്ങനെ നമ്മുടെ അലമിനിയിലെ ആൾക്കാരുടെ ഏജ് ഇങ്ങനെ വേരിയഡ് ആയതുകൊണ്ട് ആൾക്കാരുടെ എക്സ്പീരിയൻസ്, ആൾക്കാരുടെ സപ്പോർട്ട് എല്ലാം നമുക്ക് ആൾക്കാർ കൂടുതൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ആൾക്കാരെ എൻകറേജ് ചെയ്യാൻ പറ്റും, അങ്ങനെ കുറെ പരിപാടി ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് നമ്മൾ അലമിനിയിൽ ജോയിൻ ചെയ്യുന്നത്? അലമിനിയിൽ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ അലംനിയുടെ എന്താണ്, അലംനിയുടെ എയിം എന്താണ്, അലംനിയുടെ വിഷൻ എന്താണ്? ഈ അലംനിയിൽ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ പലർക്കും പല ഉത്തരം കാണും. പക്ഷെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ ഡയറക്റ്റ് ബെനിഫിറ്റും ഇൻഡയറക്റ്റ് ബെനിഫിറ്റും ഉണ്ട്. ഡയറക്റ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കരിയർ ഗൈഡൻസ്, അതുപോലെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ബെനിഫിറ്റ് കിട്ടും. ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സോഷ്യലൈസിങ് ചെയ്യാൻ പറ്റും. സോഷ്യലൈസിങ് അതേപോലെ നമുക്ക് എൻകറേജ് ചെയ്യാൻ പറ്റും, നമുക്ക് ആൾക്കാരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പല രീതിയിലുള്ള ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് ഉണ്ട്. ഈ ഇത്രയും ബെനിഫിറ്റ്, പക്ഷെ അത് നമ്മൾ ബെനിഫിറ്റ് അല്ല ഇതിൽ ചെയ്യുന്നത്, പക്ഷെ ഇങ്ങനെ ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ഈ അലംനിയുടെ എയിം എന്താണ്? അലംനിയുടെ എയിം എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു വിഷൻ ഒബ്ജക്റ്റീവ്
അലംനിയിലുള്ള മെമ്പേഴ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്തു കൊടുക്കുന്നതാണ് നമ്മുടെ അലംനിയുടെ ഒരു എയിം, ഒബ്ജക്റ്റീവ്. ആ അലംനിയുടെ എയിം എങ്ങനെയാണ്, അലംനിയുടെ വിഷൻ എന്ന് പറയാം. ഈ അലംനിയുടെ വിഷൻ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം? ഈ അലംനിയുടെ വിഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രസിഡന്റോ ഒരു സെക്രട്ടറിയോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സെറ്റ് ചെയ്യുന്നില്ല, അത് എല്ലാവരും കൂടി സെറ്റ് ചെയ്യുന്നതാണ് ഈ അലംനിയുടെ വിഷൻ. നമ്മൾ അലംനിയിൽ ഉണ്ടായിരിക്കുമ്പോൾ ആ അലംനിയിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അങ്ങനെയാണ് നമ്മുടെ അലംനിയുടെ വിഷൻ സെറ്റ് ചെയ്യുന്നത്. ഈ അലംനിയുടെ വിഷൻ സെറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് നമുക്ക് ഒരു ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട്. ആ ജനറൽ ബോഡി മീറ്റിംഗ് നിങ്ങൾക്ക് പറയാം അലംനി ക്യാൻ വർക്ക് ലൈക്ക് ദിസ്, അലംനി ഷുഡ് ഹാവ് ബീൻ ലൈക്ക് ദിസ്, or we expect a program to be like this, or we would like to organize a program like this. നിങ്ങൾക്ക് ഇങ്ങനെ പലതും പ്രപ്പോസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അലംനിയുടെ ഏത് രീതിയിൽ അലംനി മൂവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. അതേപോലെ കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞായിരുന്നു, അലംനിയിൽ നമ്മൾ ചോദിച്ചാൽ എന്തൊക്കെ ടൈപ്പ് പ്രോഗ്രാമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നമ്മൾ ചോദിച്ചായിരുന്നു. അപ്പോൾ അന്നേരം നിങ്ങൾക്ക് പറയാൻ പറ്റും. അതൊക്കെയാണ് അലംനിയിൽ, അങ്ങനെയാണ് നമ്മുടെ അലംനി ഏത് രീതിയിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ അലംനിയുടെ ഒരു വിഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അത് ഓരോ വർഷവും മാറാം. ഓരോ വർഷവുമുള്ള മെമ്പേഴ്സിന്റെ റിക്വയർമെന്റ് അനുസരിച്ചുകൊണ്ട് മാറാം. ഇപ്പൊ കഴിഞ്ഞ വർഷമാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ നമ്മൾ പുതിയതായിട്ട് വന്ന ആൾക്കാരായിരുന്നു, അവരുടെ ജോലി സംബന്ധമായ ചില കാര്യങ്ങളായിരുന്നു. സോ നമ്മൾ കരിയർ ഗൈഡൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. സോഷ്യലൈസിങ് ഉണ്ടായിരുന്നു, സോഷ്യലൈസിങ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു. വരും വർഷങ്ങളിൽ ചിലപ്പോൾ അല്പം മാറാം. അത് ഇവിടെയുള്ള ആൾക്കാരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഈ അലംനിയുടെ വിഷൻ സെറ്റ് ചെയ്താൽ എങ്ങനെ നമുക്ക് അത് മെഷർ ചെയ്യാം. ഇപ്പോൾ ഒരു അലംനിയുടെ വിഷൻ നമ്മൾ ആദ്യമേ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ അതുകൊണ്ട് തീരുന്നില്ല. നമ്മൾ അലംനി വർക്ക് ചെയ്യുമ്പോൾ അലംനിയിൽ ഈ അത് ഇയർ എൻഡ് ഇതെങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, എന്തിനൊരു മെഷർമെൻറ്റ് വേണം. അപ്പോൾ ആ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതാണ് ഒന്ന്, നമുക്ക് അലംനിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരോട് തന്നെ നമുക്കൊരു ഒപ്പീനിയൻ ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുന്നതാണ്, നമ്മൾ അറ്റ് ദ ഇയർ എൻഡ് പ്രസിഡന്റും സെക്രട്ടറിയും കൂടി ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുക. അപ്പോൾ ആ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രസിഡന്റും സെക്രട്ടറിയും അവർ ആ അലംനി ഇയർ തുടങ്ങുമ്പോൾ തൊട്ട് അവർ വർക്ക് ചെയ്യും. അവർ വർക്ക് ചെയ്ത് കിട്ടുന്ന കാര്യങ്ങളെല്ലാം ഈ റിപ്പോർട്ടിൽ ആഡ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ സ്കൂളിൽ പോയി പഠിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം, നമ്മൾ ഇയർ എൻഡിൽ നമുക്ക് പരീക്ഷ ഉണ്ടെന്ന് കരുതിക്കൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞ കണക്ക് നമ്മൾ നമ്മുടെ അലംനിയുടെ ആനുവൽ മീറ്റിൽ നമുക്കൊരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഈ പ്രസിഡന്റ് സെക്രട്ടറി കുറേ പ്രോഗ്രാംസ് ആഡ് ചെയ്യും, അങ്ങനെ വർക്ക് ചെയ്യും. അങ്ങനെ ആ ഒരു ഫോർമാറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അലംനി കുറേ വർഷം കഴിയുമ്പോൾ ഒരു 5-10 ഇയേഴ്സ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്ത്, നല്ല രീതിയിൽ ഡെവലപ്ഡ് ആയിട്ട് വരുമെന്നാണ് എനിക്ക് വിചാരിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അലംനി ഇങ്ങനെ സക്സസ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും കൂടുതൽ പ്രോഗ്രാംസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കൂടുതൽ പ്രോഗ്രാംസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിലേക്ക് ഇപ്പം ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അതിൽ ഇൻവോൾവ് ആവാം, ഞാൻ വോളണ്ടിയറിങ് ചെയ്യാം എന്ന് പറയണം. അതേപോലെ നമ്മൾ പ്രോഗ്രാംസ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് പറയാം, ഐ വുഡ് ലൈക്ക് ടു ഓർഗനൈസ് എ പ്രോഗ്രാം ലൈക്ക് ദിസ്. അത് നിങ്ങൾക്ക് പറയാം. ഇപ്പം ഇന്നത്തെ മീറ്റിങ്ങിൽ നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, ടീമിനെ എല്ലാവരും ഇന്നത്തെ മീറ്റിങ്ങിൽ നമ്മൾ തിരഞ്ഞെടുക്കും. അപ്പോൾ അടുത്ത വർഷത്തെ ടീമിനോട് നിങ്ങൾക്ക് പറയാം, ഇങ്ങനെ ഇന്ന പ്രോഗ്രാംസ് ഞങ്ങൾക്ക് കാണണം, ഞങ്ങൾ വോളണ്ടിയറിങ്ങിന് റെഡിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ മുമ്പോട്ട് വരണം. എല്ലാവരും മുമ്പോട്ട് വരണം. അതിലാരും പുറകോട്ട് നിന്ന്, നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ വോളണ്ടിയേഴ്സ് ആയിട്ട് വോളണ്ടിയറിങ്ങിട്ട് നമ്മൾ ചോദിക്കേണ്ട വന്നായിരുന്നു, നിങ്ങൾക്ക് കൂടാവോ, നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവോ എന്ന് നമുക്ക് ചോദിക്കേണ്ട വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാണ്ട് നിങ്ങൾക്ക് പറയാം ഐ ആം വില്ലിങ് ടു ഡു ദാറ്റ് എന്ന് പറഞ്ഞ് കൂടുതൽ ആൾക്കാർ മുൻപോട്ട് വരണമെന്നാണ് ഞാൻ പറയുന്നത്. എന്നാലേ നമ്മുടെ അലംനി കൂടുതൽ ഡെവലപ്ഡ് ആവത്തുള്ളൂ. നമ്മുടെ വിഷൻ നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്യേണ്ടത്, എപ്പോഴും വിഷൻ സെറ്റ് ചെയ്ത് ആ ഒരു ഫോർമാറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ വിതിൻ എ 5 ഇയർ നമ്മൾ ബാക്കിയുള്ള എനിക്ക് തോന്നുന്നത് നമ്മുടെ മെയ്സ് അലംനിക്ക് ഏകദേശം 18 ചാപ്റ്റേഴ്സ് എങ്ങാനുണ്ട്. അതിനേക്കാളും ഏറ്റവും ബെറ്റർ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾ എല്ലാവർക്കും ഞാൻ കൂടുതൽ പറയുന്നില്ല, എല്ലാവരും ഓരോ മിനിറ്റും ഇവിടെ എൻജോയ് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും അലംനി മെമ്പേഴ്സിനും എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.